വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് തമിഴ്നാട്ടിൽ തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ എന്നുള്ളതാണ്. അണ്ണാമലയാർ കുന്നിന്റെ താഴ്ന്ന ചെരുവുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കുട്ടികളടക്കം 7 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. തൗബ മാഹിൻ ചേരുന്നു. തൗബ, നിലവിലെ സാഹചര്യം എന്താണ്? പെങ്കൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ഇതിനിടെയാണ് തമിഴ്നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായെന്നൊരു വാർത്ത പുറത്തു വരുന്നത്. തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ കുന്നിന്റെ താഴ്ന്ന ചെരുവുകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. കുട്ടികളടക്കം 7 പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. ഇന്ന് വൈകിട്ടോടെയായിരുന്നു സംഭവം. വീടിന്റെ മേൽ പാറകൾ പതിച്ചു കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ ഇതുവരെ കാണാതായവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിൽ വൻ നാശം വിധിച്ചിരിക്കുകയാണ് പെൻജൽ ചുഴലിക്കാറ്റ്. മഴക്കെടുതിയിൽ ഇതുവരെ 9 പേരാണ് മരിച്ചത്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരുകയാണ്. ചെന്നൈ നഗരത്തിലെ പ്രധാന റോഡുകളിലടക്കം വെള്ളക്കെട്ടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ നിരവധി പേരെ പുനരധിവാസ കേന്ദ്രങ്ങളിലും മാറ്റിയിട്ടുണ്ട്. ഇത്തരത്തിൽ കനത്ത ജാഗ്രതയിലാണ് തമിഴ്നാട് ഇപ്പോഴുള്ളത്. ശരി തൗബ, ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ ഈ പ്രദേശത്തേക്ക്, ഉരുൾപൊട്ടലുണ്ടായ ഈ പ്രദേശത്തേക്ക് സുരക്ഷാ സേനയ്ക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഈ കുടുങ്ങിക്കിടക്കുന്നവർ അവിടുത്തെ താമസക്കാരാണോ? അവിടുത്തെ താമസക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി അറിയാൻ പറ്റുന്ന വിവരം. പ്രദേശത്ത് രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ മഴയുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ്. ഇതുവരെയും കാണാതായവരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ശരി തൗബ. തമിഴ്നാട്ടിൽ വലിയ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ഫെൻജൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ തോരാമഴ. പക്ഷേ ഇപ്പോൾ ആ ന്യൂനമർദ്ദം കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നത് തിരുവണ്ണാമലയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികളടക്കമാണ് 7 പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം പുറത്തു വരുന്നത്. സങ്കീർണമായ സാഹചര്യമാണ് തമിഴ്നാട് നിലനിൽക്കുന്നത്. വിവരങ്ങൾ നൽകുകയാണ് തൗബ മാഹിൻ, നാഷണൽ ഡെസ്കിൽ.